بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. सबसे अला व औला हमारा नबी, सबसे अला व अगला हमारा नबी, सबसे ऊंचा व ऊंचा हमारा नबी, दोनों आलम के दूल्हा हमारा नबी। अस्सलातु वस्सलामु अलैका या सय्यदी या रसूलल्लाह, खुद बियदी क़ल्लत हीलती व अंत वसीलती या हबीबल्लाह। സർവാദരണീയരായ സയ്യിദ് അവർകളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയാനും ആത്മീയമായ ചൈതന്യം വർദ്ധിപ്പിക്കുവാനും സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. ആനുകാലിക സമൂഹം അപകടകരമായ തലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ മൂല്യങ്ങൾ മുഴുവൻ തമസ്കരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഭൗതികമായ പ്രമത്തതയുടെ പേരിൽ ആത്മീയത മുഴുവനും അവഗണിക്കപ്പെടുകയും ഈ ലോകത്തെ ജീവിതത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആസ്വാദനത്തിൻ്റെ, അനുഭൂതിയുടെ, ആഹ്ലാദത്തിൻ്റെ ഭൗതിക ഭാവങ്ങളോട് മാത്രം ചേർന്നു സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. ഓരോ തലത്തിലും മനുഷ്യത്വവും വിശ്വാസവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്താണ് നമ്മുടെ ജീവിതം. ഓരോ കാലഘട്ടത്തിലും വരുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുഴുവൻ സമൂഹത്തിന്റെ ഇടയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്.
ഇന്ന് നാം ദൈനംദിനം വായിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തലം മുതൽ UN വരെ മൂല്യങ്ങളെയും ന്യായങ്ങളെയുമെല്ലാം അവഗണിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചുകൊടുത്ത ഉദ്യോഗസ്ഥന്മാർ അവിഹിതമായി കാര്യകൃത്യങ്ങൾ നടത്തുന്നതിന്റെ പോസ്റ്റിംഗ് സംവിധാനത്തെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്ത് ചൂടുപിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അടുക്കള രഹസ്യങ്ങൾ ലീക്കായതിന്റെ പിന്നിലെ ശക്തികളെക്കുറിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണങ്ങളും പ്രതികരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ കൺസെപ്റ്റുകൾ എങ്ങനെയാണെന്ന് ഒരു ഭാഗത്ത് വിക്കിലീക്സ് ലീക്കാക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ പാർലമെന്റ് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവുമാണ്. അത്തരം രാഷ്ട്രീയ സമകാലിക വിഷയങ്ങളെ ധാർമ്മികമായ കോണിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുകയും പറഞ്ഞുകൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ എന്റെ ഈ വേദിയിലെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. പക്ഷേ ഈ പ്രവണതകളും വാർത്തകളുമെല്ലാം നമുക്ക് നൽകുന്ന ചില തിരിച്ചറിവുകളുണ്ട്. ഈ പുതിയ വൃത്താന്തങ്ങളെല്ലാം നമുക്ക് കൈമാറുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഗ്രാമതലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമെല്ലാം സത്യത്തിനും നീതിക്കും വിശ്വാസത്തിനും എത്രമാത്രം പരിഗണനയുണ്ട് എന്ന് നീതിന്യായങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസൃതമായി എത്രമാത്രം ചർച്ചകളും നിരീക്ഷണങ്ങളും ഉണ്ട് എന്ന് അറിയുവാനുള്ള അവസരമായി നാം അതിനെ കാണുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം രാജ്യരഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന്റെ സൂക്ഷ്മത എത്ര കൃത്യമായിട്ടാണ് മക്ക ഫതഹിന്റെ മുമ്പ് സ്വഹാബികളോട് പറഞ്ഞുകൊടുത്തത് എന്ന ചരിത്രം ആനുകാലിക പാർലമെന്ററി കൈകാര്യകർത്താക്കളോട് പറഞ്ഞുകൊടുക്കാനുണ്ട്. ഉദ്യോഗസ്ഥ നിയമനത്തിന്റെ നീതിന്യായങ്ങൾ എത്ര നിഷ്ഠയുള്ളതായിരിക്കണമെന്ന് ഖിലാഫത്തിന്റെ തേരിൽ നിന്ന് മാതൃകയുടെ മഹനീയമായ വഴി കാണിച്ചു കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലോകത്തിന് വായിക്കാനുണ്ട്. രാജ്യത്തെ ജനങ്ങൾ മുഴുവനും സമാധാനപരമായ തീവ്രവാദ ശൂന്യമായ ഭീകരരഹിതമായ കാഴ്ചപ്പാടിലേക്ക് പോകാൻ ഭരണീയർക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്താണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മാനിഫെസ്റ്റോ എഴുതുമ്പോൾ മാതൃകയായി കണ്ട രണ്ടാം ഖലീഫയുടെ നിയമവ്യവസ്ഥിതിയിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട്. അപ്പൊ സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ ഇസ്ലാമിന്റെ നിവാരണങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുകയും അന്വേഷിക്കപ്പെടുകയും വേണം. അവിടെയാണ് കാലോചിതമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രൗഢമായ തലങ്ങൾ നമ്മെ മാടി വിളിക്കുന്നത്. ആത്മീയമായ ദാരിദ്ര്യം അനുഭവപ്പെടുന്നതിന്റെ പേരിലാണ് യൂറോപ്പ് ഇന്ന് നിക്കക്കള്ളിയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ മഹാരാജ്യത്തോട് പ്രേമം മൂത്തുപോയതുകൊണ്ടല്ല, അനാശാസ്യ പ്രവണതകൾക്ക് വേണ്ടി ഖജനാവ് കാലിയാക്കി സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവപ്പെടുന്ന US ഭരണാധികാരി
ഏറ്റവും വലിയ മാനവ വിഭവശേഷിയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് നല്ല ഒരു കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അതിൽ അവർ വിജയിച്ചു എന്നാണ് ഒന്നാമത്തെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ 54,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഭരണാധികാരി ബോംബെയിൽ നിന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങിയത്. അവിടെ ഇന്നലകളിൽ അമേരിക്കയുടെ ബാങ്കിൽ നിന്നും അല്ലാതെയും പൊതുഖജനാവ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ പാവപ്പെട്ട ഫലസ്തീൻകാരന്റെ രോദനമുണ്ടാക്കുവാൻ വേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്ന് വായിക്കേണ്ടി വരും. അപ്പുറത്ത് ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് വേദനിക്കുന്ന ഒരുപാട് പാവങ്ങളുടെ കരച്ചിലിൽ നിന്ന് അമേരിക്കയുടെ ഖജനാവിനെ കുറിച്ച് നേരെ ഒരു വര വരയ്ക്കേണ്ടി വരും. അപ്പോൾ അവിഹിതമായ വിനിയോഗത്തിന്റെ പേരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യം, നമ്മൾ അധിവസിക്കുന്ന സാധ്യതകൾ ഒരുപാടുള്ള ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയ ഇന്ത്യ മഹാരാജ്യത്തോട് ഉടമ്പടിക്ക് വരുമ്പോൾ സമകാലിക ലോകത്ത് രാജ്യങ്ങൾ നടത്തുന്ന കൈകാര്യകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം നമ്മെ മാടി വിളിക്കുകയാണ്. ഏതായാലും ശരി, എല്ലാ പ്രവണതകളും സൂചന നൽകുന്നത് അമേരിക്കയുടെ ഭരണാധികാരിയുടെ കൂട്ടുകാരി ബോംബെയിൽ വന്നപ്പോ കാണണമെന്ന് പറഞ്ഞത് പാർലമെന്റിന്റെ അകത്തളമല്ല, വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് വന്ന വിശിഷ്ടാതിഥികൾക്ക് കാണണമെന്ന് പറഞ്ഞത് ബോംബെയുടെ വൃത്തികെട്ട തെരുവുകളും കാമാട്ടി കൂട്ടങ്ങളുമായിരുന്നു എന്ന് വായിക്കുമ്പോഴാണ് ഇന്റർനാഷണൽ പ്രാമുഖ്യം ലഭിക്കുന്ന തലങ്ങൾ ഏതാണ് എന്ന് നാം അറിയേണ്ടി വരുന്നത്. അപ്പോൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് മുതൽ ഇന്റർനാഷണൽ ഉടമ്പടികൾ മുതൽ ലോകത്ത് നടക്കുന്ന നടപടികളെല്ലാം നൽകുന്ന അപകടകരമായ ഒരു സൂചനയുണ്ട്. ആത്മീയതയെ അവഗണിച്ചതിന്റെ പേരിൽ ലോകം മുഴുവനും പ്രതിസന്ധിയുടെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്നത്. ആനുകാലിക ഭൗതികതയുടെ പേരിൽ ആത്മീയതയുടെ അസ്ഥിവാരങ്ങളെ അവഗണിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. സമകാലിക സാമ്പത്തിക ഭദ്രതയുടെ പേരിൽ ആത്മീയതയെ മുഴുവനും അവഗണിച്ച് അള്ളാഹുവിന്റെ മതത്തിന്റെ വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞു നിന്ന് ആത്മീയമായ വേദികളോട് വിട്ടുനിന്ന് ഭൗതികതയിൽ ചാടിയിറങ്ങുന്ന എന്റെ വിശ്വാസി ലോകത്തോട് പറയാനുള്ളത്, നാം ഈ കൂത്തുകളിലും ബഹളങ്ങളിലും അപകടകരമായ ചലനങ്ങളിലും ഹോമിക്കപ്പെടേണ്ട ആളുകളല്ല. നമുക്ക് വ്യക്തമായ ഒരു മതമുണ്ട്, നമുക്ക് ശക്തമായ ഒരു ആദർശമുണ്ട്, നമുക്ക് യുക്തമായ ഒരു മഹനീയമായ ഗ്രന്ഥമുണ്ട്, നമുക്ക് പ്രയുക്തമായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തമായ ഒരു സമൂഹത്തിന്റെയും ആദർശ കുടുംബത്തിന്റെയും ആളുകൾ എന്ന നിലയ്ക്ക് നാം ആത്മീയമായ ദാരിദ്ര്യത്തിലേക്ക് പോയാൽ പാരത്രികമായ ജീവിതത്തിന്റെ പവിത്രമായ പുൽമേടുകൾ അല്ലെങ്കിൽ അവിടുത്തെ പരവതാനികൾ നമുക്ക് നഷ്ടമാവുകയാണ് എന്ന വകതിരിവിലേക്ക് വരുമ്പോ നമ്മുടെ പുതിയ തലമുറ തെറ്റിന്റെയും അഴുക്കിന്റെയും അരുതായ്മയുടെയും നടുവിലേക്ക് ഓടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തെറ്റായ പ്രവണതകളുടെയും അനാശാസ്യ സമീപനങ്ങളുടെയും നടുവിൽ കിടക്കുമ്പോ അവരെ മുഴുവനും രക്ഷിക്കുവാനുള്ള മാർഗം എന്താണ്? അവരെ മുഴുവനും സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം എന്താണ്? 16-കാരിയായ മുസ്ലിം സഹോദരി വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇറങ്ങിപ്പോയി, വൈകുന്നേരം അന്യന്റെ കൂടെ എവിടെങ്കിലും പോയിട്ട് ഇനി എനിക്ക് ചേട്ടന്റെ കൂടെ ജീവിതം മതി എന്ന് പറയുന്ന ആധുനിക സമുദായത്തെ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം എന്താണ്? രാവിലെ വീട്ടിൽ നിന്ന് പുസ്തക സഞ്ചിയും എടുത്ത് കോളേജിലേക്ക് പോയി
വൈകുന്നേരം കുടിച്ച് മത്തനായി വഴിവക്കിൽ കിടക്കുന്ന, ക്ലബിൽ കിടക്കുന്ന, കഫേയിൽ കിടക്കുന്ന, കൂൾബാറിൽ കിടക്കുന്ന ഈ സമുദായത്തിന്റെ 16-കാരിയും 16-കാരനെയും 18-കാരനെയും സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ഡിഗ്രി സ്റ്റുഡൻസിനെയും ഒക്കെ നല്ലതിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള അസ്ഥിവാരം എവിടെയാണ്? എവിടെന്നാണ് തിരുത്തലുകൾ ആരംഭിക്കേണ്ടത്? എവിടെയാണ് നമുക്ക് പെട്ടെന്ന് ഈ സമൂഹത്തെ സമാധാനിപ്പിക്കുവാനും രക്ഷപ്പെടുത്തുവാനുമുള്ള മാർഗം? അതിന്റെ വളരെ സ്പഷ്ടമായ ഒരു സ്ഥലത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴി എന്താണ്? അതാണ് ലോകം മുഴുവനും കാലുഷ്യത്തിന്റെ കനൽക്കടയിൽ എരിഞ്ഞമരാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോ ശാന്തിയുടെ തെളിനീരാഗ്രഹിക്കുന്ന പ്രപഞ്ചത്തോട് മുഴുവനും, പ്രപഞ്ചത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ കാതലായ മാനവികതയുടെ മനതലത്തിൽ അനുരാഗത്തിന്റെ ആത്മസ്പർശങ്ങളെ അനിഷേധ്യമായി അടയാളപ്പെടുത്തിയ കാരുണ്യ പ്രപഞ്ചത്തിന്റെ എല്ലാമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു, അൽ ഈമാനു യഅ്രിദു ഇലൽ മദീന കമാ തഅ്രിദുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. വിശ്വാസവും വിശ്വാസപരമായ ചൈതന്യവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? മക്ക എന്നല്ല പറയുന്നത്, പരിശുദ്ധമായ മദീനയിലേക്ക് മാനവീക ലോകത്തിന്റെ വിചാര കേന്ദ്രങ്ങളും അനുരാഗത്തിന്റെ ആത്മശിലകളും എവിടേക്ക് മടങ്ങണം? പരിശുദ്ധമായ മദീനയിലേക്ക്. കാരണം എന്താ? ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മദീനയിൽ പോകണം. ആ മദീനയിലുള്ളതാരാണ്? ലോകത്തിന്റെ മുഴുവനും മോചനത്തിന്റെ മലർവനിയായ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മദീനയിൽ കിടക്കുന്നുണ്ട്. ആ നേതാവിലേക്ക്, ആ നേതാവിന്റെ നാട്ടിലേക്ക്, ആ നേതാവിന്റെ പ്രക്രിയകളിലേക്ക്, ആ നേതാവിന്റെ സംസ്കാരത്തിലേക്ക്, ആ നേതാവിന്റെ മതത്തിലേക്ക്, ആ നേതാവിന്റെ ചര്യയിലേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിലേക്കും അവിടുത്തെ സംസ്കാരത്തിലേക്കും എത്തിപ്പെടാൻ കഴിയുമ്പോഴാണ് ലോകത്തിന് മുഴുവനും സമാധാനം ലഭിക്കുക എന്ന് പരിശുദ്ധരായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളുടെ ഖൽബിലേക്ക് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ സന്നിവേശിപ്പിക്കുമ്പോഴാണ് ലോകത്തിന് മുഴുവനും വിജയം ഉണ്ടാവുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിയർ എ പൊളിറ്റിക്കൽ ലീഡറായി മാത്രം അംഗീകരിക്കാനല്ല, ഒരു സോഷ്യൽ റിഫോമറായി മാത്രം അംഗീകരിക്കാനല്ല, ഏതെങ്കിലും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ മാറ്റം ഉണ്ടാക്കിയ ആളായിട്ട് മാത്രം കാണാനല്ല, അടിമത്വ വിമോചനത്തിന്റെയും സ്ത്രീ വിമോചനത്തിന്റെയും ലോക നീതിന്യായങ്ങളിൽ മാതൃകായോഗ്യമായ നിയമം സ്ഥാപിച്ചതിന്റെയും അങ്ങനെ കേവലമായ പാർശ്വങ്ങളിൽ വായിക്കപ്പെടേണ്ടതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വരണം? ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഹൃദയത്തിൽ എല്ലാത്തിനേക്കാളും പ്രണയപരമായി ഉയർന്നു നിൽക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം മാനവീക ലോകം നൽകേണ്ടത് സൈദ്ധാന്തികമല്ല, കേവലമായ ആദർശപരമല്ല, കേവലമായ സാമൂഹിക നവോത്ഥാനത്തിന്റെ മേഖലയിൽ നിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും പ്രണയം വെക്കുന്നത് വരെ ആദർശമല്ല. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ലോകത്തുള്ള എല്ലാവരെക്കാളും പുണ്യപ്രവാചകരെ പ്രണയിക്കുന്നത് വരെ നിങ്ങളുടെ ആരുടെയും ആദർശത്തെ പരിഗണിക്കുകയില്ല എന്ന് മദീനയിലെ രാജാവ് ആക്കായെ നാംദാർ താജദാറെ മദീന സർവറെ ആലം സർക്കാരെ ദോ ആലം നൂറെ
മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ജന്മം നൽകിയ പിതാവിനേക്കാളും പ്രസവിച്ച മാതാവിനേക്കാളും ഉടപ്പിറപ്പായ സഹോദരനെ സഹോദരിയേക്കാളും നിന്റെ ജീവിതത്തിൽ സുഖങ്ങളോട് പങ്കുവെക്കുന്ന ഇണയേക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്നത് വരെ നിങ്ങളുടെ ആദർശം പരിഗണിക്കൂലാണ് മദീനയിലെ രാജാവ് വിളിച്ചു പറയുമ്പോ യാ റസൂലല്ലാഹ് सबसे आला औला हमारा नबी सबसे ऊंचा व ऊंचा हमारा नबी എല്ലാവരെക്കാളും ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന അതുല്യമായ സ്ഥാനമാനങ്ങളുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാലോകരുടെ മോചനത്തിന് മലർവാടിയിലെ മുല്ലമൊട്ടുകൾ വിതറിക്കൊടുക്കുന്ന മാതൃകയുടെ മണിമകുടമായ മുസ്തഫായുടെ മനസ്സ് നമ്മുടെ മനസ്സിനോട് സംഗമിക്കുമ്പോഴാണ് പ്രണയം ഉണ്ടാവുക, അവിടെയാണ് അനുരാഗങ്ങൾ പൂത്തുലയുക. അതുകൊണ്ട് ഹബീബിനോട് പ്രണയം പൂർണ്ണമാകുമ്പോഴാ ആദർശം സമ്പൂർണമാവുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കലാലയത്തിന്റെ മുറ്റത്ത് വെച്ച് കണ്ണടിച്ച പെണ്ണിനോട് പണയം വെച്ച് ജീവിതം നഷ്ടപ്പെടുത്താതെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വഴിവക്കിൽ വെച്ച് ലിഫ്റ്റ് നൽകിയ സഹോദരനോട് ചങ്ങാത്തം കൂടിയിട്ട് ജീവിതം നഷ്ടപ്പെടുത്താതെ, ഇതിന്റെ മുഴുവനും അർത്ഥമായ അള്ളാഹുവിന്റെ പ്രിയ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുരാഗത്തിന്റെ അലമാലകൾ ആത്മാവിൽ നിന്ന് നിർഭവിക്കുമ്പോഴാണ് മോചനത്തിന്റെ മലർവാടിയിലേക്ക് എത്തിച്ചേരുക. എനിക്ക് പറയാനറിയില്ല, അത്ര വർണ്ണാഭമാണ് മദീന. എനിക്ക് വർണ്ണിക്കാനറിയില്ല, അത്ര മനോഹരമാണ് അനുരാഗം. എനിക്ക് ഭാഷയില്ല, അത്രമാത്രം അവാച്യമാണ് പ്രേമത്തിന്റെ ഭാഷ. അതുകൊണ്ട് മോനെ, പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും അനുരാഗത്തിന്റെയും അഭിധേയത്തിന്റെയും അഭിധാനത്തിന്റെയും ആത്മശിലകളെ മുഴുവനും മദീനയിലെ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കാൻ കഴിയുമ്പോഴാണ് ലോകം മുഴുവനും സമാധാനത്തിലേക്ക് വരിക. അതുകൊണ്ട് അല്ലിമോ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. നിങ്ങളുടെ മക്കൾക്ക് LKG-യിൽ വിടുന്നതിന് മുമ്പ്, പ്ലേ സ്കൂളിൽ വിടുന്നതിന് മുമ്പ്, ഡ്രീംസ് വേൾഡിലേക്ക് വിടുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ സ്ഥാപിച്ചു കൊടുക്കേണ്ടത് എന്താണ്? മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം, ആ പ്രേമം വെച്ചു കൊടുക്കുമ്പോ നമ്മൾ ഇന്ന് ആരെയൊക്കെയോ പ്രണയിച്ചിട്ട് നമ്മുടെ ജീവിതം വിചാരം ചേക്കേറുകയാണ്. എവിടേക്കാണ് ചേക്കേറുന്നത്? എന്റെ സഖി എവിടെയാണ്? എന്റെ പ്രേയസൻ എവിടെയാണ്? എന്റെ കൂട്ടുകാരൻ എവിടെയാണ്? പാതിരാവിന്റെ പഴുതിൽ പ്രൈവറ്റ് മുറിയിൽ കിടന്ന് 16-കാരിയുടെ മൊബൈൽ ചലയ്ക്കുന്നു. എവിടെന്നാ? കോളേജിൽ വെച്ച് കണ്ട കൂട്ടുകാരന്റെ വിളിയാണ്. വാപ്പായും ഉമ്മായും അപ്പുറത്തെ റൂമിലാണ്, ശീതീകരിച്ച മുറിയിൽ അവരുടെ ലോകത്താണ്. മോള് അടുക്കളയുടെ വാതിൽ തുറന്നുകൊടുത്ത് കൂട്ടുകാരനെ വീട്ടിൽ കയറ്റിയാലും ഉമ്മയും വാപ്പയും അറിയാത്ത വിധമാണ് ഇന്നത്തെ ലോകം. അതുപോലെ എത്ര സംഭവങ്ങളാണ് അറിയുന്നത്. അങ്ങനെ ജീവിതത്തെ മുഴുവനും അഴുക്കിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു യുഗത്തിൽ നിന്ന് വീട്ടിൽ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്ന TV സ്ക്രീനിന്റെ മുമ്പിൽ തപസ്സിരിക്കുന്ന ജീവിതത്തിൽ നിന്ന്, സീരിയലുകളൊന്നും കളാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിൽ നിന്ന് ആത്മീയതയുടെ വഴിയിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ മരുന്നേതാണ് വഹബ്ബു റസൂലില്ലാഹി
അസ്ലു സഅദതി, എന്റെ ജീവിതത്തിന്റെ അസ്ഥിവാരം പ്രാണപ്രേയസരായ മുസ്തഫായോടുള്ള പ്രണയമാണ്. ഹബീബായ റസൂലുള്ളാഹിനെ പ്രേമിക്കാൻ കഴിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഈമാനാവുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിക്കുന്നവനാണെങ്കിൽ, പ്രണയിക്കുന്ന കാമുകിയാണെങ്കിൽ അവളും അവനും വിചാരിക്കുന്നത് എന്തായിരിക്കും? അല്ല, എന്റെ പുണ്യപ്രവാചകരെ എപ്പോഴാണൊന്ന് കാണാൻ കഴിയുക, എന്റെ പുണ്യ ഹബീബിനെ എപ്പോഴാണൊന്ന് നോക്കാൻ കഴിയുക, എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണൊന്ന് ദർശിക്കാനാവുക എന്ന വിചാരത്തിലായിരിക്കും ഹബീബിനെ പ്രണയിക്കുന്നവരുണ്ടാവുക. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു വരികയാണ്. ഇമാം ഫഖറുദ്ദീൻ റാസി രേഖപ്പെടുത്തുകയാണ്, ഫജാഅ യൗമൻ വഖദ് തഗയ്യറ ലൗനുഹു. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെയും മുഖത്തിന്റെയും നിറം മാറിയിട്ടുണ്ട്, ശരീരമാണെങ്കിലോ മെലിഞ്ഞു പോയിട്ടുണ്ട്. ഫസഅലഹു, അപ്പൊ ചോദിക്കുകയാണ്, അല്ല സൗബാനേ, എന്റെ മുഖത്ത് വർണ്ണം മാറിപ്പോയല്ലോ, വല്ലാത്ത വേദന കാണുന്നുണ്ടല്ലോ സൗബാൻ. ആരെയോ ആലോചിച്ച് ജീവിക്കുന്ന കാമുകനെ പോലെ ശരീരം കണ്ടില്ലേ മെലിഞ്ഞു പോയിരിക്കുന്നു. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലതിൻ ബിദമി. അനുരാഗിയുടെ താഴ്വാരത്തെ അനുസ്മരിച്ചുകൊണ്ടാണോ കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ ചാലുകൾ, ചോരച്ചാലുകൾ തീർക്കുന്നതെന്ന് ലോകാനുരാഗത്തിന്റെ പ്രവാചക കാവ്യത്തിന്റെ മഹനീയ സമ്മാനത്തിന് നിയോഗം ലഭിച്ച ബഹുമാനപ്പെട്ട ബൂസീരി ഇമാമു തങ്ങൾ പറഞ്ഞതുപോലെ, പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രേമിക്കുന്നു എന്ന് വേഗം പറയാൻ മടിക്കുമ്പോ പാർശ്വഭാഗങ്ങളിൽ നിന്ന് പ്രേമം പറയുന്നത് പോലെ, ബഹുമാനപ്പെട്ട ബൂസീരി ഇമാമിന്റെ വാചകം പോലെ ഹബീബ് ചോദിക്കുകയാണ്, അല്ലയോ സൗബാൻ, എന്ത് സംഭവിച്ചു പോയി? അപ്പോഴാണ് ഹബീബ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ നബി അല്ലാഹ്, മാ ബി മിൻ വജഇൻ, എനിക്കൊരു രോഗവും വന്നിട്ടില്ല, ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. വലാകിന്നി ദക്കർതുൽ ആഖിറ, ഞാൻ പരലോക വിചാരത്തിലായിരുന്നു. ഈ ലോകത്തിനപ്പുറമുള്ള ഹിയർ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള വിചാരത്തിലായിരുന്നു. അവിടുന്ന് ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചുള്ള വിചാരത്തിലായിരുന്നു. ആ പാരത്രിക ലോകത്തിന്റെ വിചാരങ്ങൾ എന്റെ മനസ്സകത്തേക്ക് കുന്നുകൂടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എവിടെയായിരിക്കും? ഞാൻ സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? ഒരു വിശ്വാസിയുടെ മനസ്സെങ്ങനെയാണ് പോകേണ്ടത്? നമ്മളിപ്പോ അങ്ങനെയല്ല. ലോകത്തെങ്ങനെ സ്വർഗം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാളെ മരിച്ചിട്ട് സ്വർഗമോ നരകമോ എന്നല്ല നമ്മുടെ ചിന്ത. എങ്ങനെയാണ് പയ്യോളിയിൽ സ്വർഗം ഉണ്ടാക്കാൻ പറ്റുക? ഈ സ്ഥലത്തിന്റെ പേരെനിക്കറിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വർഗം ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് നമ്മുടെ വിചാരമെങ്കിൽ, വിശ്വാസികളുടെ വിചാരം എന്താണ്? നാളെ ഞാൻ എവിടേക്കാണ്? നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസത്തിന് അല്പം മുമ്പ് അടുത്തു നിന്നവരോട് അവിടുന്ന് ആത്മാർത്ഥമായി പറയുകയാണ്, സഫരി തവീൽ വസാദി ഖലീൽ, നീണ്ട യാത്രയാ വരാൻ പോണത്, എന്റെ കയ്യിൽ ചില്ലറയില്ല.
വണ്ടിക്കൂലിക്ക് തികയൂല. ഇവിടുന്ന് ഡൽഹിയിലേക്കാ പോകേണ്ടത്, ടിക്കറ്റിന് കുറച്ച് പൈസയൊന്നും പോരാ. അല്ലെങ്കിൽ അങ്ങ് ദുബായിലേക്കാ പോകേണ്ടത്, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ്, ചില്ലറയില്ല, ക്യാഷില്ല എന്ന് പറയും പോലെ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അനന്തമായ പ്രയാണത്തിന്റെ വഴിയിൽ എന്റെ കയ്യിൽ സൽക്കർമ്മങ്ങളില്ല. ഹബീബിന്റെ അരമന സൂക്ഷിപ്പുകാരൻ, ഹദീസിന്റെ രക്ഷാധികാരി, ആത്മീയ ലോകത്തിന്റെ കവാടത്തിലേക്കുള്ള താക്കോലേൽപ്പിക്കപ്പെട്ട നേതാവ്, ആത്മജ്ഞാനത്തിന്റെ അന്തർരഹസ്യങ്ങളെ അരമനയിൽ വെച്ച് അടക്കം പറഞ്ഞ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സന്തത സഹചാരിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കയ്യിൽ മരുന്നില്ല. അതുപോലെയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു ആലോചിച്ചു, എന്റെ ഇതിനപ്പുറമുള്ള ജീവിതം എങ്ങനെയാണ്, ഇതിനപ്പുറമുള്ള ലോകത്തിലെ എന്റെ കവാടം എവിടെയാണ്? അവസാനം ഒരു നിഗമനത്തിലെത്തി, ഞാൻ ഹബീബിന്റെ കൂടെയുള്ള ആളാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹകാരിയാണ്. അതുകൊണ്ട് ചിലപ്പോ സ്വർഗത്തിൽ കടന്നേക്കാം. ഫഇൻ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ, അല്ലയോ ഹബീബായ നബിയേ, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ അല്ലാഹുവിന്റെ അടിമകളോടൊപ്പം ഞാൻ അവിടെ ഉണ്ടാകും, ജനറൽ കമ്പാർട്ട്മെന്റിലായിരിക്കുമല്ലോ നബിയേ. വഅൻത മഅൻ നബിയ്യീൻ, അവിടുന്ന് പ്രവാചകന്മാരുടെ VIP ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ? ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കളാണ്, ഔലിയാക്കളിൽ ഉന്നതർ പുണ്യപ്രവാചകന്മാരാണ്. ആ പുണ്യപ്രവാചകരുടെ രാജാവാരാണ്? മദീനയുടെ നേതാവ്. അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ, അന്തരാർത്ഥങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് കെട്ടിപ്പിടിക്കാനുള്ള പ്രണയ പ്രപഞ്ചത്തിലെ പ്രാണപ്രേയസരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലോ സേ അലാ ഹമാരാ നബി. എല്ലാ റസൂലുമാരുടെയും ടോപ്പ് ലീഡർ അല്ലയോ അങ്ങ്? അപ്പൊ പിന്നെ എനിക്ക് അടുത്ത് വന്നിരിക്കാൻ പറ്റൂല, എനിക്കവിടുന്ന് ഹബീബിനെ കാണണം. ഞാൻ പ്രേമിച്ചു പോയി, കണ്ടുകൊണ്ടേയിരിക്കണം. ഞാൻ അനുരാഗത്തിന്റെ ആത്മവലയത്തിൽ വീണുപോയി, വിട്ടു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ മെലിഞ്ഞു പോകാനുള്ള കാരണം, എന്റെ ശരീരം വിവർണമാകാനുള്ള കാരണം, എനിക്ക് രോഗിയെപ്പോലെ മാറ്റമുണ്ടാകാനുള്ള കാരണം മറ്റൊന്നുമല്ല യാ റസൂലല്ലാഹ്, മറിച്ച് എന്തെന്നറിയുമോ? പാരത്രിക ലോകത്ത് പ്രവാചക ശ്രേഷ്ഠന്മാരുടെ രാജാവായ തങ്ങള് ഉന്നതങ്ങളിൽ വരിഷ്ഠമായി അവിടുത്തെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന നേരത്ത് വിനീത വിധേയനായി അനുയായിക്ക് അവിടുത്തെയുടെ അടുത്ത് വരാൻ പറ്റുമോ നബിയേ? അതാലോചിച്ചിട്ടാണ് കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അല്ലാഹു ഏറ്റെടുക്കുകയാണ് ഈ പ്രേമം, അല്ലാഹു പരിഗണിക്കുകയാണ് പ്രണയം. കാരണം എന്തേ? ഖുദാ കീ റസാ ചാഹത്തെ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രീതിയാണ്. അല്ലാഹു ഡിമാൻഡ് ചെയ്യുന്നതോ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി റസാ ഹേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രണയമുണ്ടോ, സമ്മതമുണ്ടോ? എന്നാൽ അല്ലാഹു തആല പരിഗണിക്കുന്നതാണ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ അമീനിലൂടെ മുസ്തഫാവിന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വിനീത വിധേയരായി അനുസരിച്ചാൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഏറ്റെടുക്കുകയാണ്. ഓ സൗബാനേ, അല്ലാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ അനുസരിച്ച് വേണ്ടതുപോലെ പ്രേമം നൽകി ഹബീബ് മുസ്തഫാവിന്റെ കൂടെയായാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്താണ്? അമ്പിയാക്കന്മാരുടെ അടുത്ത് സീറ്റ് കിട്ടുമേ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുമേ. ബഹുമാനപ്പെട്ട നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഈ വാചകമങ്ങ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹബീബിന്റെ മുഖമങ്ങ് കാന്തി കൂടുകയാണ്. എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനപ്പെട്ട ആദരണീയരായ സൗബാനിന് ചുംബനം കൊടുക്കുമ്പോ ഈ സൗബാൻ ആരാണെന്നറിയുമോ? അടിമക്കമ്പോളത്തിലെ കച്ചവട ചരക്കായിരുന്നു സൗബാൻ. അടിമക്കമ്പോളത്തിലെ കച്ചവട ചരക്കായിരുന്ന സൗബാനാണ് സ്വർഗീയ ആരാമത്തിലെ പുണ്യപ്രവാചകരുടെ ചാരത്തിരിക്കാൻ കൊതിവെക്കുന്നത്. ഈ സൗബാനിനെ വിലയ്ക്ക് വാങ്ങിയിട്ട് വഅതഖഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മോചിപ്പിക്കുന്നു. കാരണം എന്തേ? ഹുസ്റവി അച്ചീലഗീന പൈറവി അച്ചീലഗി ഹം ഫഖീറോं को മദീനെ की गली अच्छी लगी. അമേരിക്കയുടെ പ്രസിഡന്റുമാർക്കുണ്ടോ അല്ലാഹുവിന്റെ ഫറാദീസിലെ ഇടം? ഹിയ ജന്നത്തുൻ താബത് വതാബ നഈമുഹാ. ആഫ്രിക്കയിൽ നിന്ന് വന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് അടിമക്കമ്പോളത്തിലെ ചരക്കായി കിടന്ന ഉമയ്യത്തിന്റെ ചാട്ടവാറിനിരയായ കറുത്ത സൗന്ദര്യം തീരെയില്ലാത്ത ബിലാൽ ഇബ്നു റബാഹ് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ അഭിവാദ്യമർപ്പിക്കപ്പെടാൻ മാത്രം ഉന്നത തലത്തിലേക്ക് ഉയർന്നതെന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ബിലാൽ. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും മുദ്രാവാക്യം മുഴക്കി സ്വീകരിക്കാൻ പറ്റുന്ന നേതാവാകാനുള്ള കാരണം എന്താണ്? ഹബീബിലേക്കുള്ള വിലയമാണ്. അമാ ആന ലക അൻ തസൂറനീ യാ ബിലാൽ. സിറിയയുടെ ഒരു കൊച്ചു കോണിലെ ഒരു കുടിലിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് വഫാത്തായ നബിതങ്ങളുള്ള മദീനയിൽ നിൽക്കാൻ ജീവിച്ചിരിക്കുമ്പോ കൂടെ നടന്ന ബിലാലിന് കഴിയുന്നില്ല. സിറിയയിലേക്ക് പോയിട്ട് ഷാമിലേക്ക് പോയി അവിടെ ചെന്ന് കിടന്നുറങ്ങുമ്പോ അതാ അടുത്തേക്ക് വരികയാണ് രാത്രിയിൽ പുണ്യപ്രവാചകര് വന്നിട്ട് ചോദിക്കുന്നു, അമാ ആന ലക അൻ തസൂറനീ യാ ബിലാൽ. ഓ ബിലാലേ, ഒന്നെന്നെ കാണാൻ വരാൻ സമയമായില്ലേ? മദീനത്തേക്കൊന്ന് വന്നുകൂടെ?
അപ്പോഴാണ് പാതിരാത്രിയിൽ തന്നെ പിടഞ്ഞെഴുന്നേറ്റ് വാഹനമൊരുക്കി മദീനയിലേക്ക് പ്രയാണം ആരംഭിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അനുരാഗമാണ് നാം ഏറ്റെടുക്കേണ്ടത്. സ്വഹാബത്തിന്റെ ആകെയുള്ള വിജയമേതാണ്? സ്വഹാബത്തിന്റെ അഭിമാനത്തിന്റെ അടയാളമേതാണ്? ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അവിടുന്ന് സലഫാരാണെന്ന് വിശദീകരിക്കുകയും സലഫിന്റെ മാർഗത്തിൽ അതുല്യമായ മാർഗമേതാണെന്ന് പറയുകയും ചെയ്യുമ്പോ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അവിടുന്ന് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വിളക്കുമാടത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ കണികകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത സ്വഹാബിമാർ അതുല്യരാണ്. പ്രമാണത്തിൽ അവർക്ക് തുല്യം വേറെ ആരുമില്ല. അതുകൊണ്ട് അവരുടെ ചര്യകൾ നമ്മൾ ഏറ്റെടുക്കൽ അനിവാര്യമാണെന്ന് അല്പം ചില വിദണ്ഡവാദങ്ങൾ അടയാളപ്പെടുത്തിയ ആളാണെങ്കിലും സ്വഹാബത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് എഴുതിയില്ലേ. ആ സ്വഹാബികൾക്ക് മുഴുവനും ഉണ്ടായിരുന്നത് എന്താണ്? ജാൻ ദേ ദോ വഅദേ ദീദാർ പർ ലുത്ഫോൻ കാ ഹം ഹോ ഹി ജായേഗാ. ജീവൻ മുഴുവനും തങ്ങൾക്ക് തരാൻ നബിയേ, വറൂഹി ഫിദാ, എന്റെ ആത്മാവ് സമർപ്പിക്കപ്പെട്ടതാണ്, എന്നെ മുഴുവനും ദണ്ഡമാണ്. ലക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അടുത്ത ഒരു ചിത്രം കണ്ടില്ലേ, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്. ലമ്മാ ഖദിമ മുആദ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് വരികയാണ്. മിനശ്ശാമി, സിറിയയിൽ നിന്ന് ഔദ്യോഗിക വൃത്തി കഴിഞ്ഞിട്ട് വരുന്ന ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിക പ്രചരണ ലോകത്തേക്ക് അതുല്യമായ സേവനമർപ്പിച്ച സ്വഹാബിയാണ്. നേരെ മദീനയിലേക്ക് വന്നു. സജദ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നേരെ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുജൂദ് ചെയ്തു. അപ്പൊ ഹബീബ് ചോദിക്കുകയാണ്, മഹാദാ, എന്തേ മുആദേ പോയപ്പോ ഇല്ലാത്തൊരു നടപടിയുമായി വന്നിരിക്കുന്നു, എന്നെ സുജൂദ് ചെയ്യുകയാണോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ സിറിയയിൽ നിന്ന് വരികയാണ് നബിയേ. യസ്ജുദൂന ലിബതാരിഖതിഹിം വഅസാഖിഫതിഹിം വഅറദ്തു അൻ നഫ്അല ദാലിക ബിക. ഞാൻ സിറിയയിൽ ചെന്നപ്പോൾ അവരുടെ രാജാക്കന്മാർക്കും മേലാളന്മാർക്കുമെല്ലാം അവരഭിവാദ്യം അർഹിക്കുന്നത് സാഷ്ടാംഗം ചെയ്തുകൊണ്ടാണ്, അവരഭിവാദ്യം അർപ്പിക്കുന്നത് സുജൂദ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ആ സുജൂദിന് ഏറ്റവും അർഹര് തങ്ങളാണല്ലോ, അതുകൊണ്ട് സുജൂദ് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുആദേ, അങ്ങനെ ഒരു നടപടി ഇസ്ലാമിലില്ല. ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അങ്ങനെയും നിയമമില്ല. അതുകൊണ്ട് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക എന്ന നടപടിയില്ല. സലാം പറഞ്ഞുകൊണ്ടുള്ള അഭിവാദ്യം മതി. ഇവിടെ ചില കാര്യങ്ങൾ അടിവരയിട്ട് വായിക്കേണ്ടതുണ്ട്. ഈ സുജൂദ് കണ്ടപ്പോഴേക്ക്, ഓ മുആദേ, നീ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. മുശ്രിക്കായി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഅബൂദാണ്, ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന വിചാരമില്ല.
അതുകൊണ്ട് തന്നെ മുആദിനെ തിരുത്തേണ്ടതില്ല. ഇന്ന് ചില ആളുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോഴേക്ക് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുന്നവരാണ്. കണ്ടില്ലേ ഒരു വിഭാഗം ആളുകൾ, റബീഉൽ അവ്വലിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒരുങ്ങിയാൽ ഇസ്ലാം എന്ന് പുറത്താണ് പോൽ. വേറെ ഒരു വിഭാഗം കണ്ടില്ലേ, ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും വിശ്വാസത്തിന് സപ്ലിമെന്റ് ഇറക്കുന്നവർ, ഓണത്തിന് സപ്ലിമെന്റ് ഇറക്കുന്നവർ, ശബരിമലയിലെ ഉത്സവത്തിന് സപ്ലിമെന്റ് ഇറക്കുന്നവർ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സപ്ലിമെന്റ് ഇറക്കുന്നവർ, പെരുമല ചർച്ചിലെ ആഘോഷത്തിന് ആഘോഷപൂർവമായി കൊണ്ടാടുന്നവർ, റബീഉൽ അവ്വൽ 12 ഇന്ന് നബി ദിനമാണെന്ന് എഴുതിയാൽ ആ പത്രത്തിന്റെ തൗഹീദ് തെറിച്ചു പോകുമ്പോലും ഒരു മുസ്ലിം പത്രത്തിന്റെ ഈമാനാണത്. അവർക്ക് തൗഹീദ് അറിയില്ല, അവർക്ക് ഹബീബിനെ അറിയില്ല. ആ മാധ്യമക്കാരന്റെ ഈമാൻ ഹബീബിന്റെ ജന്മദിന ഇന്നാണ് എഴുതിയ അവന്റെ തൗഹീദ് തെറിച്ചു പോകുമ്പോൾ ബാക്കി ഒരാഘോഷം എഴുതിയാലും തൗഹീദിന് തകരാറില്ല. അവർക്ക് റസൂലുള്ളാഹിനെ അറിയാതെ പോയല്ലോ. വേറെ ഒരു ടീമുണ്ട്, അവർക്ക് ഇസ്ലാമിന്റെ വേഷമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ചധികം ഉള്ളതാണ്. ഇവിടെ വടകരയിലുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവര് കണ്ടാൽ നല്ല വേഷമാണ്, ഇസ്ലാമിന്റെ വേഷമാണ്. പക്ഷേ അവരുടെ നേതാവായ റഷീദ് അഹമ്മദ് ഗംഗോഹിയോട് इंतिकादे मजलिसे मीलाद पर दोने क़ियाम पर रिवायते सहीह दुरुस्त है या नहीं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സ്വീകാര്യയോഗ്യമായ ഹദീസുകൾ ഉദ്ധരിച്ച് യാ നബി സലാം അലൈക്കും എന്ന് പറയുമ്പോൾ എഴുന്നേറ്റു നിൽക്കാതെ സ്വഹീഹായ ഹദീസുകൾ മാത്രം ഓതിക്കൊണ്ട് നബിദിനം ആഘോഷിക്കാമോ എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്ത്യയിലെ ലീഡറായി കഴിഞ്ഞ റഷീദ് അഹമ്മദ് ഗംഗോഹിയോട് ചോദിച്ചപ്പോൾ ഫതാവ റഷീദിയിൽ അദ്ദേഹം പറഞ്ഞു, ഹർ ഹേൽ നാ ജായിസ് ഹേ, ഒരു നിലക്കും അതനുവദനീയമല്ല. അപ്പൊ അവർക്കൊക്കെ റസൂലുള്ളാഹിനോട് ബന്ധമുണ്ടോ? സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് ഇന്നിൽ തിയാരി ഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹാ നബിയുൽ മുഹ്തറം. ആദരണീയരായ പുണ്യപ്രവാചകരുമ്മ വെച്ചുറങ്ങുന്ന മദീനയിലെ ഗുംബദെ ഖസ്റാഇനെ തഴുകിത്തലോടി സഞ്ചരിക്കാനിരിക്കുന്ന പ്രഭാതത്തിലെ ഇളങ്കാറ്റേ, എന്റെ ഹൃത്തടത്തിൽ നിന്ന് അനുരാഗപൂർണമായ ആത്മസംവേദനത്തിന്റെ സലാമിന്റെ വാചകം ഒന്ന് മദീനയിലെത്തിക്കുമോ? എത്ര മനോഹരമാണ്. അപ്പൊ ഹബീബിനെ ഒന്ന് രുചിച്ചു നോക്കിയാലേ അറിയൂ. ഹബീബായ നബിതങ്ങളെ ഒന്നറിയാൻ ശ്രമിച്ചാലേ പറ്റൂ. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാ വിഷമത്തിനുമുള്ള പരിഹാരമാരാണ്? അല്ലാഹുവാണ് പരിഹാരം നൽകുന്നവൻ ആത്യന്തികമായി. അതിലേക്കുള്ള കവാടമേതാണ്? സർവ്വറേ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എത്ര ഉദാഹരണങ്ങളാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ ദിനേന സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിനോടടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ നീരുറവ നമ്മുടെ മക്കളുടെ കൽബിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും ഒന്നും നേരമില്ലാത്തത് അതിനാണ്. മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്താൻ നേരമില്ല. ഭൗതികമായ പ്രമത്തതയിൽ അള്ള കൊടുത്ത പണം കൊണ്ട് തുള്ളിച്ചാടി നരകം വാങ്ങുന്ന പുതിയ തലമുറയാണ് അധികരിച്ചു വരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ഇസ്ലാമിന്റെ സിംബലുകളെ മുഴുവനും അവർ എഴുതി തള്ളി. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മുഴുവനും അവർ അപരിഷ്കൃതമാക്കി മാറ്റിവെച്ചു. ഇസ്ലാമിന്റെ അടയാളങ്ങളോട് മുഴുവനും അവർ അന്യം നിന്നു. എന്നാൽ അറിയുമോ, നമ്മുടെ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിന് വസീലയായി അവിടുത്തെയുടെ പ്രീതി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കാനുള്ള ഔദാര്യം എന്താണ്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, വീട്ടിൽ വിഭവങ്ങളില്ല, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലാണ്. അവസാനം ഭാര്യ വിളിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ കുറച്ചും കൂടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ ഓമന മക്കൾക്ക് ഇത് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, قالت له خذ قناعي هذا فبعه بما يكون واشتري بثمنه لهم ما يأكلون. എന്റെ ഈ മുഖം മൂടി കൊണ്ടുപോയി വിൽക്കണം, എന്റെ ഈ മുഖമക്കന് കൊണ്ടുപോയി വിൽക്കണം. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന ചില്ലറ കൊണ്ടുവന്നിട്ട് നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് തൽക്കാലം ഒന്ന് പശിയടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ പറഞ്ഞു വിടുന്നു. ഭർത്താവ് നേരെ കമ്പോളത്തിലേക്ക് പോയി. ഈ സാധനം കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടിയ 2 ദിർഹമുണ്ട്. ആ 2 ദിർഹമിന് കിട്ടുന്നതെന്തെങ്കിലും വാങ്ങി മക്കൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചു വരുമ്പോഴാണ് അതാ ഒരു മനുഷ്യൻ നിന്ന് നിലവിളിക്കുന്നു, അക്രിമൂനി ലിവജ്ഹില്ലാഹി വലിമഹബ്ബത്തി റസൂലില്ലാഹ്. എനിക്ക് വല്ലതും തരണേ. അള്ളാന്റെ പേരിൽ ചോദിക്കുകയാണ്. ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മുൻനിർത്തി ചോദിക്കുകയാണ്. റസൂലുള്ളാഹിനെ പ്രേമിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ടോ? വല്ലതും തരാൻ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫൈളുൽ ഹാഫിളിൽ രേഖപ്പെടുത്തുകയാണ്, അല്ല എന്തെങ്കിലും എനിക്ക് ചില്ലറ തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യന്റെ കൽബിൽ ഉടക്കിപ്പോയത് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കൊണ്ട് വല്ലതും തരുമോന്നല്ലേ ചോദിക്കുന്നത്. റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇയാളെ അവഗണിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഭക്ഷണവും വാങ്ങി പോവുക? കാരണം എന്റെ റൂഹി ഫിദാ, എന്റെ ആത്മാവ് പോലും സമർപ്പിക്കപ്പെട്ട നേതാവാണ്, ലോകത്തിന്റെ മുഴുവനും രാജാവ്, അഷ്റഫുൽ വറാ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ തൊപ്പിയും തലയെക്കെട്ടും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് നടക്കുമ്പോ നിങ്ങൾ വിചാരിക്കും മുസ്ലിയാമാർക്ക് ലോകമൊന്നും തിരിയൂലെന്ന്. ഞങ്ങളൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, നിങ്ങളൊക്കെ തൽക്കാലം ഇങ്ങനെ പരിത്യാഗികളാണ്. മോനെ, എല്ലാ സാങ്കേതികതയും ഞങ്ങളുടെ കാൽ കീഴിലുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ലോകത്തെ സ്വർഗത്തിൽ മയങ്ങാൻ വന്നവരല്ല, അനന്തമായ പറുദീസയിൽ ഓടിക്കളിക്കാൻ വന്നവരാണ്. മോനെ, ഇവിടുത്തെ സിനിമ കണ്ട് മയങ്ങാൻ ജനിച്ചതല്ല, അനന്തമായ സൂപ്പർ ഹിറ്റ് സിനിമ കാണാനുണ്ട്. അതെവിടെയാണ്? മനോഹരമായ സ്വർഗീയ ആരാമത്തിലാണ്. അവിടെ ഒരു നേതാവുണ്ട്, അതുല്യമായ സൗന്ദര്യത്തിന്റെ നേതാവ്. അതാരാണ്? ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ലോക സൗന്ദര്യത്തിന്റെ ആകത്തുകയാണ് മോനെ നമ്മുടെ ലീഡർ. അതുകൊണ്ട് ആ ഹബീബിന്റെ മുഖകാന്തി കണ്ടാൽ പിന്നെ ഒരു സിനിമാ താരത്തെയും കാണേണ്ടതില്ല, ഒരു സ്റ്റാറിനെയും കാണേണ്ടതില്ല, ഒരു നടിയെയും കാണേണ്ടതില്ല. എന്റെ ഹബീബിന്റെ കാലിന്റെ അടിയിലുള്ള സൗന്ദര്യം ലോകത്തുള്ള എല്ലാ സുന്ദരികൾക്കും കൂടിയില്ല. لما رأيت مثال نعل المصطفى فمسحت وجهي بالمثال تبركا. എല്ലാമായ ഹൃദയത്തിലെ രാജാവ് മുസ്തഫായ നബിയുടെ കാലല്ല മോളെ, കാലിൽ ധരിച്ച ചെരുപ്പല്ല മോളെ, ആ ചെരുപ്പിന്റെ മോഡല് പോലും ആദരപൂർവം ലോകം ഏറ്റെടുത്തു പോയി. ആ ചെരുപ്പിന്റെ മോഡലിനെ കുറിച്ച് മാത്രം 1 ഡസനിലേറെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു പോയ നേതാവാ. പിന്നുണ്ടോ? ഇന്ന് ജനിച്ച് നാളെ മരിച്ച് ഇന്നത്തെ യുവതി നാളത്തെ കിളവിയാവുന്ന പെണ്ണിന്റെ പിന്നിൽ പ്രേമവുമായി നടക്കുന്നു. ബുദ്ധിയില്ലാത്ത മനുഷ്യ, അനന്തമായ ആസ്വാദനത്തിന്റെ കള്ളാറൊലിക്കുന്ന സ്വർഗത്തിന്റെ പറുദീസയിൽ രാജാവിനെ പോലെ പവിഴ കിരീടം സ്വീകരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന പ്രാണപ്രയസരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പ്രണയിച്ചു നോക്കണം മോനെ. ഒരു ടെൻഷനും വരാനില്ല. കാരണം എന്റെ ഖൽബ് മദീനയിലാണ്. ഒരു പ്രശ്നവും നേരിടാനില്ല. എനിക്ക് നോക്കാൻ ഒരു നേതാവുണ്ട്. ഒരു പ്രതിസന്ധിയും വരാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടുള്ള വേദനയൊന്നും വേദനയല്ല, ഇവിടുത്തെ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല. എനിക്കൊന്ന് ചെത്തിപ്പൊളിച്ച് നടക്കണം. ആരോടൊപ്പമാണ്? എന്റെ കാമുകിയോടൊപ്പം. എന്റെ കാമുകിയേതാ? ഏതോ പള്ളിക്കൂടത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന 20കാരിയല്ല, ഏതോ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പെണ്ണല്ല. എന്റെ കാമുകിയാരാണ്? മദീനയിലെ രാജാവ്. ആ നഖം നോക്കിയിരിക്കട്ടെ. എത്ര ഹദീസാണ് കാണുന്നത് നളറത്തുൻ നഈമിൽ. അവിടുത്തെയുടെ മുഖം നോക്കിയിരിക്കട്ടെ. എത്ര ഹദീസാണ് കാണുന്നത് ശമാഇലു തിർമിദിയിൽ. അവിടുത്തെയുടെ കാലൊന്ന് നോക്കിയിരിക്കട്ടെ. എത്ര വിശദീകരണങ്ങളാണ് മുഹയ്യിസുന്നൽ ബഗവി അൽ അൻവാറിൽ നൽകുന്നത്. അവിടുത്തെയുടെ നടത്തമൊന്ന് നോക്കിയിരിക്കട്ടെ. എത്ര ഹദീസിന്റെ വിശദീകരണമാണ് അഷ്റഫുൽ വസായിലിൽ ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നത്. അവിടുത്തെയുടെ ഇടപാടുകളൊന്ന് കേട്ടിരിക്കട്ടെ. അതെത്ര വിശാലമായിട്ടാണ് മൗസൂഅത്തു സീറത്തി സയ്യിദുൽ അനാമിൽ പറയുന്നത്. ആ ഹബീബിന്റെ പേരൊന്ന് കേട്ടുകൊണ്ടിരിക്കട്ടെ. എത്ര മധുരതരമാണ് തദ്കിറത്തുൽ മുഹിബ്ബീനിൽ അബുൽ ഖാസിം റസാഇ പറയുന്നത്. അങ്ങനെ ഹബീബിൻ്റെതെല്ലാം ആദരണീയമാണ്. അതുകൊണ്ട് മോനെ, താൽക്കാലികമായ ലോകത്തിന്റെ ആസ്വാദനങ്ങളിൽ മനസ്സുമയങ്ങാതെ അനന്തമായ അനുഭൂതിയുടെ രാജാവ് മദീനയിലുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രമേയമെന്ന് മനസ്സിലാക്കി ഹബീബിനോട് പ്രണയം വെച്ച ആളാണ്. അയാളോട് ചോദിക്കുകയാണ്, ബിമഹബ്ബത്തി റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയം മുൻനിർത്തി ചോദിക്കുകയാണ്, വല്ലതും തരണേ. കിട്ടിയ 2 ദിർഹം എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ഇനി എങ്ങനെ ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയോട് കാണും? എങ്ങനെ ഞാൻ വീട്ടിൽ പോയി മക്കളുടെ കരച്ചിൽ കേൾക്കും?
നേരെ പള്ളിയിലേക്കങ്ങ് നടന്നു. പള്ളിയിലേക്കങ്ങ് നടന്നു. കുറച്ചു സമയം അവിടെ ആലോചനാവിഷ്ടനായിരുന്നു. സമയം കുറെ വൈകി, മക്കൾ ഉറങ്ങിക്കാണുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, മോളെ, ഞാൻ ആ സാധനം കൊണ്ടുപോയി വിറ്റപ്പോ കിട്ടിയത് 2 ദിർഹമാണ്. അതും കൊണ്ട് നടക്കുമ്പോ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെയും ഹബീബിന്റെയും പേരിൽ വല്ലതും തരാൻ. ഞാനതങ്ങ് കൊടുത്തുപോയി മോളെ. ഭർത്താവിന്റെ തോളിൽ കയറുന്ന ഭാര്യയല്ല, ആത്മീയത പണയം വെച്ച പെണ്ണല്ല, പടച്ചവനെ ഭയക്കുന്ന പെണ്ണാണ്. ആ പെണ്ണ് പറഞ്ഞു, വിഷമിക്കണ്ട, നൽകിയത് ലോകാധികാരിയായ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന നിലക്കല്ലേ, അതുകൊണ്ട് റബ്ബ് നമ്മളെ സഹായിക്കും. ഇൻ കുന്ത അമൽതഹു ഫഹുവ ഗനിയ്യുൻ വഫീ. അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ നിങ്ങൾ ഇടപാട് നടത്തിയത്, പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഖുദ് ഹാദൽ ഇദ്ല ഫബിഅഹാ, ഈ ചാക്കുള്ളത് കൊണ്ടുപോയി കച്ചവടം ചെയ്തോ. വീട്ടിൽ കിടന്ന ചാക്കെടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് വല്ല ചില്ലറയും കിട്ടിയാൽ കൊണ്ടുവന്ന് നമുക്ക് മക്കൾക്ക് കൊടുക്കാം. അതും കൊണ്ട് നേരെ ഇറങ്ങിയപ്പോ മൂല്യമില്ലാത്ത ചരക്കാണ്, ആരും വാങ്ങാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതാ ഒരു മത്സ്യവേട്ടക്കാരൻ, മത്സ്യബന്ധനം നടത്തുന്ന ആള് ഒരു മീനും കൊണ്ടുവന്നിട്ട്, മത്സ്യവും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എടുത്തോ, ആ ചാക്കെണിക്ക് തന്നോ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുകയാണ്, അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന മത്സ്യം മെല്ലെ ഒന്ന് കീറി നോക്കിയപ്പോൾ നല്ല രത്നമാണ് അതിൽ ഇരിക്കുന്നത്. ഒന്നാന്തരം രത്നമാണ് ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ. അതും കൊണ്ട് മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, ഇത് കേവലം മുത്തല്ല, ജൗഹറത്തുൻ യതീമാ, അതുല്യവും അമൂല്യവുമായ നിധിയാണിത്. 14,000 ദിർഹം ഇതിന് മൂല്യമുണ്ട്, വിലയുണ്ട്. ആ മൂല്യം ഉള്ളതാ സാധനം മാർക്കറ്റിൽ കൊടുത്തിട്ട് 14,000 ദിർഹമും വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ, ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മൗലിദ് ഓതിയിട്ട് ഗൾഫിൽ പോകാറുണ്ട്. ഉസ്താദുമാരെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ട് ഗൾഫിൽ പോകാറുണ്ട്. പണവും സമ്പത്തും ഒക്കെ ആകുമ്പോ കോലം മാറാറുണ്ട്. അത് അല്ലാഹു തആല നൽകുന്ന പരീക്ഷണമാണെന്ന് ഈ സംഭവം പറയുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഇങ്ങനെ നല്ല സമ്പത്ത് കയ്യിൽ വന്നപ്പോ വീട്ടിൽ ഒരാള് വരുന്നു, വല്ലതും തരണേ, നിങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടിയെന്നറിഞ്ഞല്ലോ, വല്ലതും തരണേ. അപ്പൊ ഈ സഹോദരൻ പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? ഞങ്ങൾക്ക് വേണ്ടി പകുതി ഇങ്ങെടുത്ത് തന്നേക്ക്, വലക വഹദകൻ നിസ്ഫു കാമില, പകുതി 7,000 നിങ്ങൾ എടുത്തോ, 7,000 ഞങ്ങൾക്ക് തന്നോ. എന്നാൽ ഇനി അതിലേറെ നിങ്ങൾക്ക് വേണോ എന്നാ പിന്നെയും എടുത്തോ, പരാതിയില്ല. അപ്പൊ വന്ന ആള് പറഞ്ഞു, ഞാൻ ഈ ചില്ലറ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പണിയാണ്, അതുകൊണ്ട് ഞാനൊരു വാഹനം വിളിച്ചു വരാം. എന്നാ എപ്പോഴാണെങ്കിലും വന്നോ, കുഴപ്പമില്ല. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അതാ വരുന്നു, സുമോഹനവും പ്രഭാവിതവുമായ മുഖത്തിന്റെ ഉടമയായ ഒരാള് വന്നിട്ട് പറയുന്നു, ഞാനാണിന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ വന്നത്, നിങ്ങളെ പരീക്ഷിക്കാൻ അല്ലാഹു അയച്ച മലക്കാണ്. ഇങ്ങനെ മലക്ക് വരുമോ?
ഹദീസിൽ നോക്കിയാൽ ഉദാഹരണമുണ്ട്. വെള്ളപ്പാണ്ടുകാരന്റെ പാണ്ടു മാറ്റിയിട്ട് അള്ളാഹു അയച്ച ഉദാഹരണമുണ്ട്. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തുടർന്നെഴുതുകയാണ്. മലക്ക് പറയുന്നു, ഞാൻ അള്ളാഹു നിയോഗിച്ച ആളാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ 100% വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് മുഴുവനും എടുത്തോ. 2 ദിർഹം അല്ലാഹു സ്വീകരിച്ചു. അതിന് സമ്മാനമായി നിങ്ങൾക്കിത് മുഴുവനും നൽകി. ഇനിയും നൽകുന്നവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അപ്പൊ ഹബീബിന് വേണ്ടി മൗലിദ് കഴിച്ചാൽ നമ്മുടെ സമ്പത്തിന് പുരോഗതി ഉണ്ടാകുന്നതാണ്. ഹബീബായ നബി തങ്ങളുടെ മദ്ഹിന് ചെലവഴിച്ചാൽ നമുക്ക് ബറക്കത്തുണ്ടാകുന്നതാണ്. കാരണം എന്തേ? ജമീനോ ജമാൻ തുമാരേ ലിയേ, മക്കീനോ മകാൻ തുമാരേ ലിയേ, ബനെ ദോ ജഹാ തുമാരേ ലിയേ. കാലവും കാലത്തിലുള്ളതും ഇടവും ഇടത്തിലുള്ളതും ദേശവും ദേശത്തിലുള്ളതും സബ് ആപ്കേ ലിയേ ഹേ, അവിടത്തേക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ്. ഹബീബിന് വേണ്ടിയാണെല്ലാം. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിശുദ്ധ പ്രേമത്തിന്റെ മഹനീയമായ സമ്മാനങ്ങൾ നൽകേണ്ടത് ആർക്കാണ്? മദീനയിലെ രാജാവിനാണ്. നീ നിന്റെ കൗമാര യൗവനങ്ങൾ തോന്നിവാസ വിചാരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോയോ? നിന്റെ ഈ നല്ല പ്രായം മുഴുവന് എന്തോ തെറ്റായ വിചാരത്തിന് നീ ചെലവഴിച്ചു പോയോ? മോളെ സൂക്ഷിക്കണേ. എനിക്കും നിങ്ങൾക്കും സ്നേഹിക്കാൻ ഒരു നേതാവുണ്ട്. ആ നേതാവിനെ മറന്നു പോകണ്ട. ആ നേതാവിനെ വിട്ടൊഴിയേണ്ടതില്ല. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിനെ പ്രേമിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അതെല്ലാം വളരെ കൃത്യമായി വിജയത്തിന്റെ തീരത്തെത്തിയവരാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഞാനത് പറയാൻ അർഹനല്ല. എനിക്കതിൻ്റെ രുചി അറിയുന്ന ആളല്ല. പ്രേമിക്കണമെന്ന് വാദിക്കുന്ന ആളാണ്. അതുകൊണ്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കറിയില്ല. സ്വഹാബികൾ പ്രേമിച്ചിട്ടുണ്ട്, അവർക്കറിയാം. മുൻഗാമികൾ പ്രണയിച്ചിട്ടുണ്ട്, അവർക്കറിയാം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരിക്കണോ? എന്നാൽ ഹബീബായ നബി തങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലീൻ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഈ കൈ കൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്തുകൂടാ. ഹറാമ് ചെയ്ത കൈ ഹബീബ് തൊടുമോ? ഹറാമ് നോക്കിയ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ? തോന്നിവാസങ്ങൾ ചെയ്ത കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹബീബിനെ കാണാനും കേൾക്കാനും പറ്റുമോ? അതുകൊണ്ട് എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് ഹബീബിനോടടുക്കണം. നമ്മൾ ഇന്ന് വലിയ സമ്പത്ത് കിട്ടിയപ്പോ ബുർഖയും പർദയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കുന്ന പെങ്ങളെ, ആരെ കാണിക്കാനാണ് നീ രാവിലെ പയ്യോളിയിലും കൊയിലാണ്ടിയിലും വടകരയിലും ഉത്സവ ചന്തകളിലും ഇറങ്ങി ആടാനിറങ്ങിയത്? നിന്റെ ശരീരമാർക്ക് പണയം വെക്കാനാണ്. ഒരു നേതാവില്ലേ പെങ്ങളെ, ആ നേതാവ് പറഞ്ഞില്ലേ ഔറത്ത് മറയ്ക്കണമെന്ന്? ആ നേതാവ് പറഞ്ഞില്ലേ ഇടണമെന്ന്?
ആ നേതാവ് പറഞ്ഞില്ലേ ഹൗദുൽ കൗസറിൽ കാത്തുനിന്ന് തരാമെന്ന്. ആ നേതാവ് പറഞ്ഞില്ലേ കൂടെ സ്വർഗത്തിൽ കൂട്ടാമെന്ന്. അതെല്ലാത്തിനും പറ്റുന്ന ഒരു നേതാവ് നാളെ ഖബറിൽ ചെല്ലുമ്പോൾ കാണിക്കപ്പെടുന്ന നേതാവ്, പരലോകത്ത് ചെല്ലുമ്പോൾ കാത്തിരിക്കുന്ന നേതാവ്, രാത്രി കിടന്നുറങ്ങുമ്പോൾ വന്നുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന നേതാവ്, വർണ്ണനകൾക്ക് വിധേയമാകാത്ത അനുരാഗത്തിന്റെ അവർണ്ണനീയമായ വാചകങ്ങളെ മുഴുവനും എടുത്ത് പറഞ്ഞാലും അവസാനിക്കാത്ത പ്രേമത്തിന്റെ നേതാവേ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങള് കാത്തിരിക്കുന്ന മോളെ. നിങ്ങൾ വിചാരിച്ചോ നബി തങ്ങള് പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ അടിച്ചു പൊളിക്കാൻ പറയാഞ്ഞത് എന്ന്? അല്ല, മാടി വിളിച്ച കനകമാർന്ന മാമലകളോട് വേണ്ടാന്ന് പറഞ്ഞ നേതാവാണ് നബി തങ്ങൾ. മലകൾ സ്വർണ്ണായിട്ട് വരട്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ നേതാവാണ്. ആ ഹബീബിന്റെ സഹനം എന്റെ ജീവിതത്തിൽ ഓർമ്മ വേണം. നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് തെളിച്ച് തകർത്ത് ജീവിക്കുമ്പോ എന്റെ നേതാവ് ദീനെങ്ങനെയാണ് തന്നതെന്ന ബോധം വേണം. സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടുത്തെ സ്നേഹവും മാത്രം പറഞ്ഞ 140ഓളം മണിക്കൂറുള്ള സീഡികളുണ്ട്. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിൽ 14 വാള്യം എന്റെ ഹബീബിന്റെ സൗന്ദര്യമാണ്. കണ്ണെങ്ങനെ, കാതെങ്ങനെ, മൂക്കെങ്ങനെ, നാക്കെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കക്ഷമെങ്ങനെ, ആംഗ്യമെങ്ങനെ, മൗനമെങ്ങനെ, ആംഗ്യവിക്ഷേപങ്ങൾ എങ്ങനെ, ഹബീബിന്റെ വചനമെങ്ങനെ, ചുണ്ടെങ്ങനെ, പല്ലെങ്ങനെ, നാക്കെങ്ങനെ, അതെല്ലാം ഇമാമുകൾ രേഖപ്പെടുത്തിയതെടുത്ത് പറയുന്നതാണതിൽ. ഹബീബിനെ കണ്ടാസ്വദിക്കാൻ അത് അല്ലാഹു കാരണമാക്കി തരട്ടെ. അതുകൊണ്ട് കഴിവുള്ളവരൊക്കെ അത് വാങ്ങി കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് കൂലി കിട്ടാനാണ്. അപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗത്തിന്റെ പല സംഭവങ്ങളും അതിൽ പറയുന്നുണ്ട്. അതിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാണത്തിന്റെ നാൾ വഴികൾ എന്ന പ്രസംഗത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അതല്പം ചില വിശദീകരണങ്ങളോടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ സംഭവം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങളോടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്താണെന്നല്ലേ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി പള്ളിയിൽ നിന്ന് സഹ്റാന്റെ വീട്ടിലേക്ക് ചെന്നു, ഫാത്തിമാന്റെ വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നപ്പോ മോള് പറയാണ്, ഉപ്പാ വിശന്നിട്ട് 3 ദിവസമായേ, വല്ലതും ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, മോളെ ലിയബീകി 4 അയ്യാം, മോള് 3 ദിവസമായിട്ടാണ് വിശക്കുന്നതെങ്കിൽ എന്റെ കുപ്പായത്തിന്റെ അടിയിൽ മോള് കണ്ടില്ലേ ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. 4 ദിവസമായി മോളെ വല്ലതും കഴിച്ചിട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖം പറഞ്ഞു. പക്ഷേ ഹസനൈനി കരയുന്നുണ്ടേ. ആരാണ്? റൈഹാനതായ ഫിദ്ദുനിയാ, എന്റെ ദുനിയാവിലെ 2 റൈഹാൻ പുഷ്പങ്ങളാണ്. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി, ആരെങ്കിലും അവരെ പ്രേമിച്ചാൽ എന്നെ പ്രേമിച്ചവരാണ്, അവരോട് കോപം വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടാത്തവരാണ് എന്നെല്ലാമുള്ള ഹസനൈനി കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി മദീനയുടെ
കാർഷിക മേഖലയിലേക്ക് പോയി എവിടെങ്കിലും വല്ലതും കിട്ടുമോ എന്ന് നോക്കാനാണ്. നേരെ ഒരു ജൂതന്റെ തോട്ടത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടെ വേലക്കാരനായ ഒരു അറാബിയുണ്ട്. അയാളോട് ചോദിച്ചു, അല്ല, വല്ല ജോലിക്കാരെയും ആവശ്യമുണ്ടോ? അതേ, ഈ കാണുന്ന ഈത്തപ്പനെയൊക്കെ നനയ്ക്കാൻ ഒരാളെ വേണം. കൂലി എന്താണ്? 3 കാരക്കയാണ്. ഒരു തൊട്ടി വെള്ളം കോരി നനച്ചാൽ ഒരു ബക്കറ്റ് വെള്ളത്തിന് 3 കാരക്കയാണ്. ഇതെന്റെ പ്രസംഗത്തിന്റെ സീഡിയിൽ ചില വ്യത്യാസങ്ങളോടെ നിങ്ങൾ കേൾക്കും. അതിമാം ഖല്യൂബിയുടെ നിവേദനമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫൈളുൽ ഹാഫിളിൽ പറഞ്ഞതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അറാബിയുടെ അടുക്കൽ ചെന്നിട്ട് ജോലി ചോദിച്ചപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് നനച്ചാൽ 3 കാരക്ക കൂലിയാണ്. ലോകത്തിന്റെ നേതാവ് സർവറെ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയുടെ പട്ടുപോലെയുള്ള കൈകൊണ്ട് വെള്ളം കോരാൻ പോവുകയാണ്. ഹബീബിന്റെ കൈ മാമസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യോളം നല്ല പട്ടിനെ ഞാൻ തൊട്ടിട്ടില്ല എന്ന് സ്വഹാബി പറയുന്നുണ്ട്. ആ മനോഹരമായ കൈകൾ കൊണ്ട് വെള്ളം കോരാൻ പോവുകയാണ്. 8 ബക്കറ്റ് വെള്ളം കോരി ഈത്തപ്പനെ നനച്ചുകൊണ്ടിരുന്നു ഹബീബ്. ആ 8 ബക്കറ്റ് വെള്ളം കോരി നനച്ചിട്ട് 9ാമത്തെ ബക്കറ്റ് വെള്ളം കോരാൻ അവിടുത്തെയുടെ കൈകൊണ്ട് തൊട്ടി കിണറ്റിലേക്ക് ഇറക്കുമ്പോൾ അവിടുത്തെയുടെ കയ്യിൽ നിന്ന് ബക്കറ്റങ്ങ് വീണുപോയി. ദേഷ്യം പിടിച്ച അറാബി ഇങ്ങോട്ട് വന്നു. അയാൾക്ക് ഹബീബിനെ അറിയില്ല. നേരെ വന്നിട്ട് ഹബീബിന്റെ മുഖത്തേക്കൊരൊറ്റടിയാണ്. അറാബിയുടെ പണി ചെയ്ത് പരപരത്തെ കൈകൊണ്ട് ചന്ദ്രൻ തോറ്റുപോകുന്ന മുഖത്തിന്റെ ഉടമയുടെ പൂമുഖത്തേക്ക് അടിയവിടുത്തെ ചെമ്പരത്തി പോലുള്ള മുഖത്തങ്ങ് വീഴുമ്പോൾ ഹബീബി ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിനാ ഖിമമും മിനൽ ഇജ്ലാലി വൽ ഇക്റാമി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമേനിയിലെ തിങ്കളും തോറ്റുപോകുന്ന മുഖത്താണ് അറാബിയുടെ കൈ തടഞ്ഞത്. പക്ഷേ അവിടുന്ന് ക്ഷമയുടെ കേന്ദ്രമാണല്ലോ. ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോഴും വേണ്ട, അതാ പറക്കണ്ട എന്ന് പറഞ്ഞ നേതാവാണല്ലോ. ഊരിപ്പിടിച്ച വാളും കൊണ്ട് കൊല്ലാൻ നിന്നപ്പോഴും പ്രതികരിക്കാതെ സമാധാനം കാണിച്ച നേതാവാണല്ലോ. ലോകം മുഴുവനും തോറ്റുപോകുന്നത്രയും വിശാലമായ വിട്ടുവീഴ്ചയുടെ വിഹായുസ്സാണല്ലോ ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കഷ്ടപ്പെട്ട് ബക്കറ്റെടുത്ത് കരയിലേക്ക് ഇട്ടുകൊടുത്ത് 8 ബക്കറ്റ് വെള്ളം കോരിയതിന്റെ 24 കാരക്കയും പെറുക്കി ഹസനൈനിയുടെ വീട്ടിലേക്ക്, ഫാത്തിമാന്റെ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ എത്ര വിഭവങ്ങളാണിന്ന് കഴിച്ചത്, എത്ര ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്.
എത്ര പണമാണ് നമ്മൾ ദൂർത്തടിച്ചു കളയുന്നത്, എത്ര പൈസയാണ് അനാവശ്യത്തിന് ചെലവഴിക്കുന്നത്. ഓർക്കണേ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ലേ, അവിടുത്തെയുടെ കുടുംബത്തിന് വിശപ്പടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവസാനം ഇത് കൊണ്ടുപോയി ഹസനൈനിയെ പിടിച്ച് മടിയിൽ ഇരുത്തിയിട്ട് മെല്ലെ കീറി വായിൽ വെച്ചു കൊടുക്കുകയാണ്. അയറാബി ഇങ്ങനെ ആലോചിച്ചു, ആ മുഖം സാധാരണമല്ലല്ലോ, ആ മുഖം സാധാരണയല്ലല്ലോ. ഞാൻ അടിച്ചത് മദീനത്തുണ്ടെന്ന് പറയുന്ന ആ നബിയെയാണോ, ഞാൻ എന്റെ കൈ കൊണ്ട് തല്ലിപ്പോയത് പുണ്യപ്രവാചകരെയാണോ? ഫഅഖദൽ മുദിയത ഫഖതഅ യദഹു, കത്തിയെടുത്തിട്ട് കൈപ്പത്തി അങ്ങ് മുറിച്ചു മാറ്റി. രക്തം വാർന്നിട്ട് ബോധരഹിതനായി അങ്ങ് കിടന്നു. വഴിയിൽ പോകുന്ന ഒരു യാത്രാസംഘം വെള്ളം മുഖത്തു തളിച്ചു. ഇതാരാണ്? സ്വന്തം കയ്യും മുറിച്ചിട്ട് കിടക്കുന്നു. ഇതാരാണ്? നേരെ അയാളെ ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചു, എന്താണോ ഇങ്ങനെ കയ്യും മുറിച്ച് ഇവിടെ കിടക്കുന്നത്? എന്റെ തോട്ടത്തിൽ നിന്നൊരാള് ജോലി ചോദിച്ചു വന്നു. ബക്കറ്റ് കിണറ്റിൽ വീണുപോയപ്പോ ഞാൻ ദേഷ്യം പിടിച്ച് മുഖത്തടിച്ചു. എനിക്ക് തോന്നുന്നു അതാ പ്രവാചകനാണോ എന്ന്. ഒരു പ്രവാചകനെ തല്ലിയ കൈയാണെങ്കിൽ എനിക്ക് ഗുണം പിടിക്കൂലല്ലോ, അതുകൊണ്ട് ഞാൻ മുറിച്ചു കളഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു, എന്നാൽ ആ പ്രവാചകനെ തേടിപ്പോയി നോക്കടോ. മുറിച്ച കൈയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട്, മുറിച്ചു മാറ്റിയ കൈപ്പത്തി എടുത്ത് മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ നടന്നു. ഇലാ മദീനത്തി റസൂലില്ലാഹ് വജിവാരിൽ മസ്ജിദിൻ നബവി. മസ്ജിദുൻ നബവിയുടെ അടുക്കലേക്ക് നടന്നു ചെന്നപ്പോ അവിടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്. എവിടെ നിങ്ങളുടെ പ്രവാചകൻ? ആ നമ്മുടെ നബി ഇപ്പൊ പള്ളിയിലില്ല. എന്താ നിനക്ക് വിഷയം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പറഞ്ഞു, അല്ലയോ സഹോദരാ, ഞങ്ങളുടെ നേതാവ് മകള് ഫാത്തിമയുടെ വീട്ടിലുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ അയാളുടെ കയ്യും പിടിച്ചു നേരെ നടക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അടുക്കലേക്ക് പേർഷ്യക്കാരനായ സൗന്ദര്യമുള്ള സൽമാൻ റളിയല്ലാഹു അൻഹു പിടിച്ചുകൊണ്ട് പോവുകയാണ്. വാതിൽക്കൽ ചെന്ന് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അകത്തുനിന്ന് ഹബീബ് പൊന്നു മോളോട് പറയാണ്, മോളെ അതാരാണെന്നൊന്ന് നോക്ക്. ഓ നബിയേ, സൽമാനുൽ ഫാരിസിയുണ്ടേ. കൂടെ കൈ മുറിച്ചിട്ട് മറ്റേ കൈയിൽ പിടിച്ചിട്ട് ഒരാള് വന്നിട്ടുണ്ട്. എന്നാൽ പെർമിഷൻ കൊടുത്തു. അകത്തേക്ക് കടന്നപ്പോ ഈ അയറാബി പറയുകയാണ്, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ആരാണെന്ന്. നിങ്ങളൊരു നബിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രവാചകനാണെങ്കിൽ എന്റെ കൈയൊന്ന് ഒട്ടിച്ചു തരണം. നിങ്ങൾ ശരിയായ പ്രവാചകനാണെങ്കിൽ എന്റെ കൈ പൂർവ്വസ്ഥാനത്താക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുത്തെയുടെ മുഖം പ്രസന്നമായി. അടികൊണ്ട് വേദനിച്ച ദുഃഖമുണ്ടെങ്കിലും
അയാളിപ്പ മുമ്പിൽ വന്നിട്ട് ഹിദായത്തിന്റെ വഴിയിലേക്കാണല്ലോ എന്ന് വിചാരിച്ച് പ്രസന്നമായി. കമ്മബറാഅത്ത് വസീബൻ ബില്ലംസി റാഹതു വഅത്ലഖത് അരീബൻ മിൻ ദിബ്ഖത്തിൽ ലമമീ. എത്രയെത്ര വേദനകളാണ്, രോഗങ്ങളാണ് പുണ്യപ്രവാചകരുടെ ആദരണീയ കരസ്പർശം കൊണ്ട് മാറിപ്പോയത്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൈയെടുത്ത് പുനഃസ്ഥാപിച്ചു കൊടുത്തു. മുറിവില്ലാത്തതുപോലെ, അലിയാര് തങ്ങളുടെ കണ്ണുപോലെ, സലമത്ത് ബിനുൽ അക്വഅ തങ്ങളുടെ കാലുപോലെ, ഖതാദത്ത് ബിനു നുഅ്മാൻ തങ്ങളുടെ കണ്ണുപോലെ, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ പോലെ എത്രയെത്ര ആളുകളാണ് ഹബീബിന്റെ പ്രാർത്ഥന കൊണ്ട്, തുപ്പുനീര് കൊണ്ട്, കരസ്പർശം കൊണ്ട് വേദന മാറി, നോവ് മാറി, നൊമ്പരം മാറി വന്നത്. അതുപോലെയാണ് കാരുണ്യത്തിന്റെ കേദാരമായ പുണ്യപ്രവാചകരുടെ ആദരണീയമായ തുപ്പുനീരുകൊണ്ട് അറാബിയുടെ കൈ പൂർവസ്ഥാനത്ത് പൂർവോപരി ശക്തിയോടെ റെഡിയായപ്പോ അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمد رسول الله وही से वहाँ को खुदा की रजा है हबीबे खुदा पे लाखों दुरूद. അല്ലാഹുവിന്റെ ഹബീബിന് കോടാനുകോടി സലാമാണ്. മോനെ, മിന്നി മിന്നി മറയുന്ന സ്വപ്ന ലോകത്തെ താരകങ്ങളല്ല, അവിടുന്ന് മാറി മറയുന്നതിന്റെ സിനിമാ ലോകത്തെ താരങ്ങളല്ല. ബുദ്ധിയുള്ളവരുടെ ഹൃദയങ്ങളിൽ അനന്തമായ അനുരാഗത്തിന്റെ രാജഗിരിയിലാണ് ഹബീബുള്ളത്. ഒരു സിനിമയും കണ്ട് നേരം കളയാനില്ല. എന്റെ കൽബിൽ ഹബീബ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വൃത്തികേടിന്റെ വഴിയിലും എനിക്ക് പോകാൻ പറ്റൂല. എന്റെ നേതാവെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സിനിമയിലും രസമില്ല, ഒരു മ്യൂസിക്കിലും താളമില്ല, ഒരു വൃത്തികേടിലും ആസ്വാദനമില്ല. ഇവിടുത്തെ തോട്ടങ്ങൾ നാളെ ചമ്പല. കണ്ടില്ലേ സബായിലെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം എവിടെയാണ്? അവിടെ ചെന്നു നോക്കിയാ 4 പാറത്തൂണും കുറെ പാറക്കല്ലുമല്ലേ ഉള്ളൂ. സാധുവായ ഞാൻ യമനിലെ സബായിൽ പോയിട്ട് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനമുള്ള സ്ഥലം സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സബഇൻ ബിനബഇൻ അദീം. സബായിലെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം അവിടെ കണ്ടില്ലേ? ആരോരും വേണ്ടാതെ കിടക്കുന്ന പാറകളാണ്. കാരണം അധികാരം കഴിഞ്ഞപ്പോ ചവറ്റുകൊട്ടയായതാണ്. ഏതധികാരിയുടെ സിംഹാസനത്തിനാണ് മൂല്യമുള്ളത്? ഇവിടെ സാർ ചക്രവർത്തിമാർ, റോമാ ഭരണാധികാരികൾ, മുഗളന്മാർ, അതുപോലെ പോർച്ചുഗീസുകാർ, എല്ലായിടത്തും രാജാക്കന്മാര്, അധികാരികൾ വന്നില്ലേ? അവരുടെ തലയിലണിഞ്ഞ കിരീടം പോലും ആർക്കും വേണ്ട. അതേ സമയത്ത് എന്റെ കാമുകിയുടെ ചെരുപ്പ് കിട്ടിയാൽ കടിച്ചു തിന്നാനുള്ള പ്രേമമാണ് ലോകത്തിന്. അതാണ് എന്റെ കാമുകിയുടെ സൗന്ദര്യം, അതാണ് എന്റെ കാമുകിയുടെ മധുരം, അതാണ് എന്റെ നേതാവിനോടുള്ള പ്രണയം. പ്രപഞ്ചം ഹൃദയത്തിലേറ്റെടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ.
وله بنيل شفاعة طه كفل عند الإله منعما تنعيما. ഹബീബിനോടുള്ള പ്രണയമാണ് മോളെ വേണ്ടത്, താൽക്കാലികതയോടുള്ള സ്നേഹമല്ല, ദ്രുതചലിതമായ ലോകത്തോടുള്ള പ്രണയമല്ല. അനുഭവിക്കാനുള്ള നിയോഗം വേണം. അങ്ങനെ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്ന ഒരു മോനുണ്ടായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മോളുണ്ടായാൽ എന്തൊരു നിയോഗമാണ്. എൻ്റെ മോളൊന്ന് ആക്ട്രസ്സായി കിട്ടിയെങ്കിലോ എന്ന് ചിന്തിക്കുന്ന മുസൽമാനുള്ള ലോകമാണിത്. എൻ്റെ മോളൊന്ന് ചാടാൻ പോയി 4 വെങ്കലം കൊണ്ടുവന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്ന മുസ്ലിം രക്ഷിതാക്കളുള്ള കാലമാണിത്. എൻ്റെ മോനൊന്ന് തുള്ളാൻ പോയി കോടി കിട്ടിയെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ലോകമാണ്. എടാ മോനെ, നീ പഠിച്ച് സമയം കളഞ്ഞാ ഒന്നും കിട്ടാൻ പോകുന്നില്ല, കളിച്ചാ കോടി കിട്ടുവടാ എന്ന് പറയുന്ന ലോകമാണിത്. അവിടുന്ന് ഈ മായാവലയങ്ങളുടെ പ്രപഞ്ചത്തിൽ നിന്ന് മാറി ആധ്യാത്മികമായ പ്രണയത്തിന്റെ ലോകത്തേക്ക് വരാനുള്ള കവാടമാണ് ഹബീബി വമലാദി വകഅസി വമശ്റബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എന്റെ വാഹനത്തിന്റെ സമയം അടുത്തു വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഈ ജീവിതം എങ്ങനെയെങ്കിലും കളയാനുള്ളതല്ല, ഹബീബിലേക്ക് ലയിച്ചു തീർക്കാനുള്ളതാണ്. ഇവിടുന്ന് മരിച്ചാലും പരാതിയില്ല, ഹബീബ് എന്നെ ഒന്ന് നോക്കണമെന്നേ ഉള്ളൂ. എവിടെന്ന് മരിച്ചാലും പരാതിയില്ല, എന്റെ ഹബീബ് എന്നെ ഒന്ന് പരിഗണിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് എന്റെ കാമുകരായ മുസ്തഫായുടെ നോട്ടത്തിൽ മരിക്കണം. അവിടുന്ന് കാണേ, അവിടുന്ന് പരിഗണിക്കവേ, അവിടുന്നൊന്ന് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ 100 കൊല്ലം ജീവിച്ചിട്ട് എന്തു നേടാനാണ്? ഹബീബിന്റെ പ്രണയം കിട്ടിയിട്ട് ഇന്ന് മരിച്ചാ നാളെ സ്വർഗമാണ്. ഇവിടെ 1000 കൊല്ലം ജീവിച്ചിട്ട് എന്തോ കിട്ടാനാണ്? എല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്. നശ്വരമായ ദുനിയാവിന്റെ പ്രഭാത പ്രദോഷങ്ങളെ വൃഥാവിലായി മാറി മറഞ്ഞ് എല്ലും മുള്ളും എല്ലാം തേഞ്ഞുപോയി, തൊലിയെല്ലാം ചുളിഞ്ഞുപോയി, ശബ്ദമെല്ലാം തീർന്നുപോയി, സൗന്ദര്യമെല്ലാം അവസാനിച്ചു പോയി, ആരോഗ്യമെല്ലാം രോഗമായി പോയി. ഒരു കട്ടിലിൽ ശവം പോലെ ആകാനല്ലേ ഈ ജീവിതം? അതിനു മുമ്പൊന്ന് ഹബീബിനെ കണ്ട് സുഖിച്ച് രസിച്ചിട്ട് ഹബീബ് പറയണം, മോനെ വരാൻ. എന്തൊരാസ്വാദനമാണ് ഈ ജീവിതം, എന്തു രസമായിരിക്കും ആ ലോകം. അതുകൊണ്ട് പുണ്യപ്രവാചകരെ പ്രേമിക്കണേ. എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ റോൾ മോഡലായി ഹബീബ് വരട്ടെ. പാൻസ് ഞെരിയാണിക്കുമേലെ വാചകം ഹബീബിന് ഇഷ്ടമുള്ളത്, ജീവിതം ഹബീബിന് പ്രിയപ്പെട്ടത്. എത്ര കുഞ്ഞു മക്കളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഹബീബിനെ കണ്ട മക്കളുണ്ട്. ഇത് പറയുമ്പോ ഈ വിഷയം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഹബീബിനെ കാണുന്ന വിഷയം പരമാവധി എല്ലാ വേദിയിലും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് കാണുന്ന പലരും വിളിച്ച് സന്തോഷം പങ്കുവെക്കാറുണ്ട്. മിനിയാന്ന് ഇങ്ങോട്ട് വരുമ്പോ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ജുമഅ കഴിഞ്ഞിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ കുറെ കൊച്ചു കുട്ടികളുടെ കൂട്ടുകാരുണ്ട്. എത്രയാളുണ്ട്? കുറെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് നിങ്ങളുടെ കൂട്ടം? ഞങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അതിൽ ഞങ്ങൾ ദിവസേന ചെല്ലുന്ന സ്വലാത്ത് എഴുതി വെക്കാറുണ്ട്. കോടിക്കണക്കിന് സ്വലാത്തു ചൊല്ലിയ ബാല്യങ്ങളുണ്ട് അവരുടെ ക്ലബിൽ. സ്വലാത്തിന്റെ ക്ലബാണ് പോലും.
എന്നോട് അതിനെന്തോ ഒരു കൂട്ടുകാരനായി മാറാൻ, ഒരു മെമ്പറാകാൻ വിളിക്കാൻ വന്നതുപോലെയാണ്. ആ കുഞ്ഞുമക്കൾ ചൊല്ലുന്ന സ്വലാത്ത് എഴുതി വെക്കുന്നു. ആ ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന ഓമന മക്കളുടെ കൂട്ടം. എന്ത് സന്തോഷമാണ്! ഹബീബിനെ അല്ലേ ഒരു കൂട്ടുപിടിച്ചത്. ഓമന മക്കൾക്ക് കൂട്ടുപിടിക്കാൻ പിന്നെ ആരാണ്? കാരണം ഉസാമത്ത് ബിൻ സെയ്ദിന് ചുംബനം കൊടുത്ത ഹബീബാണ്. സെയ്ദ് ബിൻ ഹാരിസായെ മോചിപ്പിച്ചിട്ട് മകനാണെന്ന് പറഞ്ഞ നേതാവാണ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പ്രണയം കൊണ്ട് ആലിംഗനം ചെയ്ത നേതാവാണ്. മിമ്പറിൽ നിന്ന് ഹസനൈനിക്ക് വേണ്ടി ഇറങ്ങിയ നേതാവാണ്. സുജൂദിൽ കിടക്കുമ്പോ തോളിൽ ഇരുന്നതിന്റെ പേരിൽ സുജൂദ് ദീർഘിപ്പിച്ച നേതാവാണ്. ആ ഓമന മക്കളോട് വളരെ താരല്യത്തോടെ പെരുമാറിയ നേതാവിനല്ലേ നമ്മുടെ കുഞ്ഞുമക്കള് സ്വലാത്തു ചൊല്ലേണ്ടത്. ഉമ്മമാരെ, നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോ കരയുന്നില്ലേ? ആ ജനിച്ചു വീഴുമ്പോ കരയുന്നത് ഇബ്ലീസ് ഞെക്കുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോഴവർ രക്ഷയ്ക്ക് വേണ്ടി കരയുന്നതെന്തിനാ? പൊളഞ്ഞാ പോരെ. കരച്ചിൽ ഹബീബിനുള്ള സ്വലാത്താണ്. രക്ഷയുടെ കവാടം സ്വലാത്ത്. ജലാഉൽ അഫ്ഹാമിൽ അത് പറയുന്നുണ്ട്. ജലാഉൽ ഇഫ്ഹാമിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി പറയുന്നുണ്ട്. ഖയ്യിമുൽ ജൗസിയ അദ്ദേഹം പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ ഓമന മക്കൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സ്വലാത്താണ്. മാതാപിതാക്കൾക്ക് ഗുണമുള്ളതാണ് നോർമൽ കരച്ചിലുകൾ. എത്ര മനോഹരമാണ്! എവിടെയാണ് ഹബീബിന്റെ വിലാസമില്ലാത്തത്? അതുകൊണ്ട് മോനെ, നമ്മുടെ ക്ലബിങ് ഹബീബിന്റെ പ്രണയത്തിലാകണം. നമ്മുടെ ഫാഷൻ ഹബീബിനെ ഇഷ്ടപ്പെടാനാകണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ലഭിക്കാനുള്ളത് പറുദീസയിലെ ഉന്നതങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബിനെ സ്നേഹിച്ച് ഒരു തവണയെങ്കിലും മനാമിൽ അല്ല ഒരുപാട് തവണ സ്വപ്നത്തിൽ കാണാൻ ജല്ല ജലാലായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, നമ്മുടെ വീട്ടിലുള്ള സാങ്കേതിക സൗകര്യമുള്ളതുകൊണ്ട് സിനിമകൾക്കും സീരിയലുകൾക്കും തപസ്സിരിക്കാതെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഹബീബിനെ കാണാം. കണ്ട മഹാന്മാരെ കുറിച്ച് സാധുവായ ഞാൻ എന്റെ പ്രസംഗത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട്. സീഡികളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് ഹബീബിലേക്ക് ലയിക്കുന്നൊരു ലോകം എന്ത് രസമാണ്! അതിൽ ലയിച്ചു ജീവിച്ച് അതിലായി മരിക്കാൻ ജല്ല ജലാല് ഭാഗ്യം തരട്ടെ. ഒരു 2-3 സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലാം. അത് കഴിഞ്ഞ് ദുആ ചെയ്യാം. ചെറിയ രൂപത്തിൽ ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി ഇവിടുത്തെ ദുആ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുവരെ പറഞ്ഞതിലുള്ള ന്യൂനതകൾ നികത്തി ഹബീബിന്റെ പ്രകീർത്തനമായി സ്വീകരിച്ച് ശഫാഅത്തിന് നിമിത്തമുണ്ടാക്കി തരട്ടെ. അല്ലാഹുവിനെ ഓർത്തു ജീവിക്കണം. വൃത്തികെട്ട വഴിക്ക് ചിന്തിക്കരുത്. ഒരൊറ്റ വഖത്ത് നിസ്കാരം ഖളാക്കരുത്. മദ്യത്തിൽ പെട്ടുപോകരുത്. മക്കളെ വൃത്തികേടിൽ അയച്ചു പോകരുത്. അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകി നശിപ്പിക്കരുത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. എല്ലാത്തിലും ഉപരി റസൂലുള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട് ഒരു തവണയെങ്കിലും കാണാൻ അളീമായ റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യമേകണേ അല്ലാഹ്. അതിനുവേണ്ടി ഒരു 3 സ്വലാത്ത് നമുക്ക് ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
الصلاة والسلام عليك يا سيدي يا رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവച്ച് ഒരുപാട് തവണ അവിടുത്തെ കണ്ട് സന്തോഷിച്ച് അവസാനം അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് മരിക്കാൻ അളീമായ റബ്ബേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ, ഇവിടെ നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ പള്ളി, മദ്രസ, ഇതെല്ലാം നടക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പ്രചരിപ്പിക്കാനും അത് നിലനിർത്താനുമാണ്. അതിനുവേണ്ടി നമ്മളെല്ലാം സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസിൽ അല്ലാഹു തആല സഹായിക്കുന്നവരെ സഹായിക്കട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ട് വെച്ചിട്ട് ചോദിച്ചപ്പോൾ കൊടുത്തു എന്ന സംഭവം പറഞ്ഞ ഈ മജ്ലിസിൽ, ഹബീബായ നബി തങ്ങൾ അനുഭവിച്ച ത്യാഗം പറഞ്ഞ ഈ മജ്ലിസിൽ സഹായിക്കുന്നവർക്ക് അല്ലാഹുവേ ഹബീബിനെ കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ, നൽകണേ റഹ്മാനേ, ബിബറക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.